ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഫ്രൈ ആണ്. അത് പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികൾക്കാണ്. അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ഒരു 5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ട് എന്ത് ചെയ്യുക, കനം കുറച്ച് റൗണ്ടിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. കാരണം ഒരു വൈറ്റ് കളറ് ഇതുണ്ടാവും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി എന്ത് ചെയ്യുക, കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കുക. എന്നിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കുറച്ച് നേരമായി. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതൊന്നും കണ്ട് ആരും പേടിക്കേണ്ട, ഊറ്റിയൊന്നും കളയണ്ടാരും. പക്ഷേ നമുക്ക് അവസാനമായി വെള്ളം കളയുകയും വേണം. വെള്ളം ഇട്ടിട്ടല്ല നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ പോണത്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ആ പാനിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, പൊട്ടാറ്റോസ് ഇങ്ങനെ ഓരോന്നായിട്ട് പറക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാണ്ട് കുറേ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ മുക്കി പൊരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതായിപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പുറവശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കൈയൊന്നും ആരും പൊള്ളിക്കരുത്. ഇത് ഞാൻ കുട്ടിക്കാലം തൊട്ട് ചോറിനൊക്കെ ഒപ്പം കഴിക്കണതാണ് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നതാണത്. ഇപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണു. ഇതിപ്പോൾ ഞാൻ രാത്രിത്തേക്ക് ഉണ്ടാക്കുമായിരുന്നു, അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മുരിങ്ങയിലയുടെ കഞ്ഞിയാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് കണ്ടോ, മുരിങ്ങയില ഇട്ട കഞ്ഞി. അപ്പോൾ അതിൻ്റെ ഒപ്പം സൈഡായിട്ട് വെക്കാനാണ് പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ഞാൻ ഒരു സൈഡ് ആയപ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്നും കൂടി ഒഴിക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് അരിയണത് തൊട്ട് അവരെൻ്റെ പുറകിലുണ്ടായിരുന്നു. അമ്മ എപ്പോഴാണ് ഉണ്ടാക്കണേ എന്ന് ചോദിച്ച്. ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രണ്ടും അടുക്കളയിലേക്ക് വന്നു. അവർക്ക് വേണമെന്നാണ് പറയണത് ടേസ്റ്റ് ചെയ്യാനായിട്ട്. മിക്കവാറും കഞ്ഞി കൂടി ഉണ്ടാവില്ല, പൊട്ടറ്റോ തീർക്കുമെന്നാണ് തോന്നുന്നത്. ഞാനങ്ങനെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 പേർക്കും കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 പേർക്കും അങ്ങനെ ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരവിടെ പോയിട്ട് സമാധാനമായിട്ട് ആസ്വദിച്ച് കഴിക്കട്ടെ. അവരതും കൊണ്ട് പോവുകയാണ് ഗൈസ്. കഞ്ഞി ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ കഞ്ഞി മതി, ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ടാണ് ഈ പോണത്. നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പിള്ളേരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടിയല്ലേ, അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് മൊരിയിക്കണ്ട, ജസ്റ്റ് സോഫ്റ്റായിട്ട് ഉണ്ടാവണം, ചെറുതായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാവണം. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണം, അവർക്ക് ഇഷ്ടമാവും തീർച്ചയായിട്ടും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ അതാ അവർ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. ഇനി ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കാണണ്ടേ? വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മുരിങ്ങയിലയിട്ട നല്ല അടിപൊളി കുത്തിരിക്കഞ്ഞിയും നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈയുമാണ് ഇന്നത്തെ രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.